الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله عز وجل يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ മുഖ്യങ്ങൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവനെ വഴിപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടിമകളായി ഈ ഭൂമിയിൽ പടക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ തീരുമാനപ്രകാരമല്ല ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നത്. നമ്മുടെ ആഗ്രഹം അനുസരിച്ചുകൊണ്ടല്ല ഈ ഭൂമിയിൽ നിന്നും നമ്മൾ വിട പറയുന്നത്. അള്ളാഹു നിശ്ചയിച്ച കാലാവധി ഈ ഭൂമിയിൽ കഴിച്ചുകൂടി അവൻ്റെ വിളിക്കുത്തരം നൽകുക എന്നുള്ളത് മനുഷ്യരായ നാം ഓരോരുത്തരുടെയും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആ വിളിക്ക് മറുപടി നൽകാതെ മാറി നിൽക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അങ്ങനെയൊരു ഉടമസ്ഥനുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആയതിനാൽ തന്നെ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ പാലിക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ സദാസമയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും ആ രീതിയിൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ പടച്ചവനത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അള്ളാഹു ഭൂമിയിൽ നിയോഗിച്ചിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരോടും പ്രഥമമായും കൽപ്പിച്ചത് തഖ്വ കൊണ്ട് സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനാണ്. ഇദ് ഖാല ലഹും അഖൂഹും ഹൂദുൻ അലാ തത്തഖൂൻ ഇദ് ഖാല ലഹും അഖൂഹും സാലിഹുൻ അലാ തത്തഖൂൻ ഇദ് ഖാല ലഹും അഖൂഹും ശുഐബുൻ അലാ തത്തഖൂൻ. ശുഐബ് നബി, സാലിഹ് നബി, ഹൂദ് നബി, നൂഹ് നബി, മുഴുവൻ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തോട് ആദ്യമായി ചോദിച്ചത് അലാ തത്തഖൂൻ, എന്തേ നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നില്ലേ എന്നാണ്. ആയതിനാൽ തന്നെ തഖ്വയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ നല്ല അടിമകളായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള മുഴുവൻ കുറ്റങ്ങളും കുറവുകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക്, നമ്മളിലെ രോഗികൾക്ക് പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കൊക്കെയും അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫ നൽകട്ടെ. ആഫിയത്ത് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും നൽകി സന്തോഷിപ്പിക്കട്ടെ.
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സഹായം നൽകട്ടെ. അവരിൽ നിന്നുമുള്ള ഷഹീദുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. ലോകത്ത് അല്ലാഹു സമാധാനം നിലനിർത്തി നാം ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിബിതങ്ങളെ നിയോഗിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വലിയ റഹ്മത്താണ്, കാരുണ്യമാണ്. അള്ളാഹു ആരാണെന്നും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അമലുകൾ ഏതൊക്കെയാണെന്നും കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിക്കുകയായിരുന്നു, അയക്കുകയായിരുന്നു. ആ അനുഗ്രഹത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയിരിക്കുന്നു. എന്താണ് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം? ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ, അവർക്ക് മനസ്സിലാവുന്ന മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. മലക്കിനെ നിയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ഭാഷ, അവരുടെ രീതി, അവരുടെ പ്രകൃതം നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ മനുഷ്യരിൽ നിന്ന് തന്നെ, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നാം നിയോഗിച്ചിരിക്കുന്നു. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അല്ലാഹു മനുഷ്യർക്ക് ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുന്നു. ഒരു മനുഷ്യനായി എങ്ങനെ പെരുമാറണം, ഒരു മനുഷ്യനായി എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം, ഒരു മനുഷ്യനായി എങ്ങനെ കുടുംബത്തിൽ ഇടപെടണം, ഒരു മനുഷ്യനായി എങ്ങനെ കൂട്ടുകാർക്കിടയിൽ പെരുമാറണം, ഇങ്ങനെ നമ്മളെ സംസ്കരിച്ചെടുക്കുവാൻ പാകത്തിലുള്ള, നമ്മളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിരിക്കുന്നു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവർക്ക് സുന്നത്തിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതമാവുന്നതിന് മുമ്പുള്ള അറബികളുടെ അവസ്ഥ പൊതുവെ നമുക്കറിയാലോ. അവരിൽ ഉണ്ടായിരുന്ന മോശത്തരങ്ങൾ, നീചത്തരങ്ങൾ, കൊള്ളരുതായ്മകൾ, ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിയെടുക്കുകയും സംസ്കരിച്ചെടുക്കുകയും അവരെ സ്ഫുടം ചെയ്തെടുക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ ജീവിതത്തിലും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. മാതാപിതാക്കളെ കാണുന്ന സമയത്ത് അവരോടുള്ള നമ്മുടെ പെരുമാറ്റം, അവർക്ക് മുന്നിൽ ശബ്ദമുയർത്താതെ നമ്മൾ സംസാരിക്കുന്നത്, അവരെ സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറുന്നത്, നമ്മുടെ മക്കളോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നത്, നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നത്, അന്യന്റെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പോലും നമ്മുടെ നാവിൽ നിന്നും വരാതെ നമ്മൾ സൂക്ഷിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശങ്ങളാണ്, തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ജീവിതമാണ്, ജീവിതങ്ങൾ പകർന്നു തന്നിട്ടുള്ള പാഠങ്ങളാണ്. മറ്റൊരാളെ ആക്രമിക്കാൻ വേണ്ടി പാടില്ല, മറ്റൊരാൾ നിന്റെ നാവ് കൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം പൂർത്തിയാകുന്നില്ല എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നത്. ഒരാളെ കാണുന്ന സമയത്ത്, മറ്റൊരാള് നമ്മുടെ അടുക്കലേക്ക് വരുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഒരാളോട് നമ്മൾ പെരുമാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മാനവികമായിട്ടുള്ള പാഠമാണ്. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ സദഖയുടെ പ്രതിഫലം നിനക്ക് നേടിത്തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് നമ്മളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ടായിട്ടും, നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളോട് ഇടപഴകുന്നുണ്ടായിട്ടും, വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളും പെരുമാറ്റത്തിലെ മാറ്റങ്ങളും അവർ പ്രകടിപ്പിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി അവർ പറയുന്നതൊക്കെയും കേട്ടുകൊണ്ട് അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് അങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയത് ആരാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠങ്ങളാണ്. നിന്റെ മാതാവിന്റെ മുഖത്ത് നോക്കി വെറുപ്പിന്റെ ഒരു അടയാളം പോലും നീ പ്രകടിപ്പിക്കരുതെന്ന് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കളെ പൊന്നുപോലെ നമ്മൾ നോക്കുന്നത്. നമ്മുടെ മക്കളെ ആയാലും നമ്മുടെ ഭാര്യമാരായാലും നമ്മുടെ കൂട്ടുകാരെയൊക്കെയും നമ്മളുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ നമ്മൾ നന്നാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്, നബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠമാണ്. ഒരു വ്യക്തി സംസ്കരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് വയുസക്കിഹിം എന്ന് പറയുന്നത്. നമ്മളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത്. ആ തങ്ങളോട് വിശ്വാസികൾ എന്ന രീതിയിൽ നമുക്കുള്ള ബാധ്യതകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രഥമമായിട്ടും നബി തങ്ങളോടുള്ള നമ്മുടെ ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക എന്നുള്ളതാണ്. നബി തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. രണ്ടാമതായി തങ്ങളോടുള്ള നമ്മുടെ ബാധ്യത ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഒരു ജീവിത മാർഗമുണ്ട്. നബി തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ജീവിതത്തെ അതേപടി സ്വജീവിതത്തിൽ പകർത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഒരുപോലെ ഉപകാരം ചെയ്യുന്നതാണ്. ആൾക്കാർക്കിടയിൽ നമുക്ക് നല്ല പേരുണ്ടാകുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സ്നേഹം, അവന്റെ സാമീപ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക, നബി തങ്ങളുടെ ജീവിതത്തെ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, അള്ളാഹുവിന്റെ സ്നേഹം ഒരാൾക്ക് നേടിയെടുക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് നിയമമാക്കിയിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? നിസ്കാരം നമുക്ക് നിർബന്ധമാണ്, നോമ്പ് നമുക്ക് നിർബന്ധമാണ്, സകാത്ത് സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമാണ്, ഹജ്ജ് കഴിവുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമാണ്. ഇങ്ങനെ നിർബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. ഒരു അടിമയോട് ഉടമ കൽപ്പിച്ചതൊക്കെയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ബാധ്യതയാണ്. എന്നാലും ആ ബാധ്യത നിറവേറ്റി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. എന്നാൽ സ്നേഹത്തിനപ്പുറത്തൊരു കാര്യമുണ്ട്. എന്താണത്? അത് സാമീപ്യമാണ്. അള്ളാഹു കൂടെ തന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ സ്നേഹിക്കുന്നവർ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷേ ആ സ്നേഹത്തോടൊപ്പം അവരുടെ സാമീപ്യവും നമ്മൾ പൊതുവെ ആഗ്രഹിക്കാറുണ്ട്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകും. ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്, അയാൾ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്കൊരു ആശ്വാസമാകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. സ്നേഹത്തിനേക്കാളും വലുതാണ് സാമീപ്യം. എന്നാൽ സ്നേഹം ഫർളുകൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുമെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു വന്നു. എന്നാൽ അള്ളാഹുവിന്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, സ്നേഹത്തെക്കാൾ ഒരു പിടി മുന്നിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം ലഭിക്കണമെങ്കിൽ സുന്നത്തുകൾ നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഒരാള് സുന്നത്തുകൾ പതിവായി ചെയ്യുന്നതിലൂടെ എന്റെ സാമീപ്യം അവൻ കരസ്ഥമാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ. ഒരടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ബിന്നവാഫിലി. അവന് നഫ്ലുകൾ, അവന് സുന്നത്തുകൾ ചെയ്യുന്നതിലൂടെ എന്റെ സാമീപ്യം അവന് നേടിക്കൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു. അങ്ങനെ ഞാൻ അവന്റെ ആളായിത്തീരും. ഫകുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വരിജ്ലഹു അല്ലദീ യംശി ബിഹാ വയദഹു അല്ലദീ യബ്തശു ബിഹാ. നിബിധങ്ങളുടെ ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നീട് പടച്ചവൻ നമ്മുടെ കണ്ണായി മാറുമെന്നാണ്. അഥവാ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്ത് നിന്നുള്ള മുഴുവൻ സൗകര്യങ്ങളും ഏർപ്പാടാക്കി തരും. പടച്ചവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നും മാറിയിട്ടുള്ള ഒരു അവയവമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും മാറിയിട്ടുള്ള ഒരു സംഗതി ഒന്നല്ലല്ലോ. കാഴ്ച എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, കണ്ണ് നമ്മുടെ എപ്പോഴും കൂടെയുണ്ട്, കാലെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, കൈ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇതുപോലെ ഞാൻ ഒരാൾ എന്നിലേക്ക് സുന്നത്തിലൂടെ അടുത്തു കഴിഞ്ഞാൽ അവന്റെ കണ്ണായി, കാതായി, കൈയായി, കാലായി ഞാൻ മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. ഹദീസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, സുന്നത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പടച്ചവന്റെ സാമീപ്യം, അവന്റെ സ്നേഹം പൂർണ്ണമായും ലഭിക്കാൻ നമ്മളെ അത് സഹായിക്കുമെന്നുള്ളത് തന്നെയാണ്. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. പിന്നീട് നബി തങ്ങൾ ആ ഹദീസ് പൂർത്തിയാക്കുന്നത് എങ്ങനെയാണ്? വഇൻ സഅലനി ലഉഅതിയന്നഹു വലൈൻ ഇസ്തആദനി ലഉഈദന്നഹു.
പിന്നീട് എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, അവന്റെ പരാതികൾ എന്തെന്നോട് പറഞ്ഞു കഴിഞ്ഞാലും ഉടനടി ആ പരാതികൾക്ക് ഞാൻ പരിഹാരം നൽകും. അവന് എന്ത് കാര്യത്തിൽ നിന്നും എന്നോട് കാവൽ ചോദിച്ചു കഴിഞ്ഞാലും, ഒരുപക്ഷെ പട്ടിണി അവനെ പ്രയാസപ്പെടുത്തുന്നുണ്ടാകും, കടം അവനെ പ്രയാസപ്പെടുത്തുന്നുണ്ടാകും, സങ്കടങ്ങൾ അവനെ പ്രയാസപ്പെടുത്തുന്നുണ്ടാകും, കുടുംബ പ്രശ്നങ്ങൾ അവനെ പ്രയാസപ്പെടുത്തുന്നുണ്ടാകും, കൂട്ടുകാർക്കിടയിലുള്ള വഴക്കുകൾ അവനെ പ്രയാസപ്പെടുത്തുന്നുണ്ടാകും. ഇങ്ങനെ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ ഞാൻ മാറ്റിക്കൊടുക്കും. എപ്പോൾ? സുന്നത്തിലൂടെ അവൻ എന്റെ സാമീപ്യം കരസ്ഥമാക്കി കഴിഞ്ഞാലെന്ന് ഖുദ്സിയായ ഹദീസിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നന്മ എന്നുള്ളത് അള്ളാഹുവിന്റെ സാമീപ്യം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ആ ഒരു മഅയ്യത്ത്, റബ്ബിന്റെ ആ ഒരു സ്ഥാനം, റബ്ബ് സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള അനുഗ്രഹം തന്നെയാണ്. മറ്റൊന്ന്, ദുനിയാവിൽ അതുണ്ടെങ്കിൽ തന്നെയും ആഖിറത്തിൽ അതിനേക്കാളും വലിയ സ്ഥാനം നമുക്ക് ലഭിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദുനിയാവിൽ നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ ഉണ്ടല്ലോ, നിസ്കരിച്ചിട്ടുണ്ട്, നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഖബൂലാകുമോ എന്നുള്ള ഒരു ഉറപ്പൊന്നും നമുക്കില്ലല്ലോ. അതിൽ ന്യൂനതകൾ ഉണ്ടായിട്ടുണ്ട്. നമസ്കരിക്കുന്ന സമയത്ത് പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. നമ്മൾ ചെയ്ത അമലുകളിലൊക്കെയും പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ട്. നിസ്കരിക്കുമ്പോഴൊക്കെ ചിന്തയും ഓർമ്മയൊക്കെ എവിടെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. നമസ്കാരത്തിലെ റക്അത്തുകൾ നമ്മളൊന്ന് മറന്നുപോയിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ന്യൂനതകളും നമ്മുടെ അമലുകളിൽ ഉണ്ടാകും. ആ ന്യൂനത പരിഹരിക്കാൻ വേണ്ടിയിട്ട് സുന്നത്തുകൾ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ആദ്യമായി നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. 5 വഖത്ത് നമസ്കാരം പ്രായപൂർത്തിയായത് മുതൽ കൃത്യമായി നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നതാണ്. നമ്മൾ നമസ്കരിച്ച ഓരോ നമസ്കാരങ്ങളും അള്ളാഹു സൂക്ഷിച്ചു നോക്കും. ആ സമയത്ത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ പറയും, ഇന്ന നമസ്കാരങ്ങൾക്ക് ചില പോരായ്മകളുണ്ട്, ഇന്ന നമസ്കാരങ്ങളിൽ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് മലക്കുകളോട് ചോദിക്കുന്നതാണ്, ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ നഫ്ലിൻ, എന്റെ അടിമക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുന്നത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയും. ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വുഇ, അവന് സുന്നത്തുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. മലക്കുകൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ആ സുന്നത്തുകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫർളിലുള്ള കുറവുകൾ, ന്യൂനതകൾ, പോരായ്മകൾ ആ സുന്നത്തിലൂടെ പരിഹരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നതാണ്. അഥവാ നമ്മളുടെ അമലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും പോരായ്മകൾ തടയുന്ന സമയത്ത് അള്ളാഹുവിന്റെ അമലുകൾ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ സ്വീകരിക്കാതെ വരുന്ന സമയത്ത് ആ കർമ്മങ്ങളിലെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സുന്നത്ത് നമ്മളെ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സുന്നത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ, ഒരുപാട് നന്മകൾ വരുത്തുന്ന കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ കൂടെ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശം ഉണ്ടാകും, ജീവിതത്തിന് ഒരു വെളിച്ചം ഉണ്ടാകും, നമ്മുടെ ഹൃദയത്തിൽ ഒരു നൂർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. നബി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, തങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള സമയങ്ങൾ എപ്രകാരം ഒരു മനുഷ്യൻ നിർവഹിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഒരു മനുഷ്യന്റെ സംസ്കരണം, അവന്റെ പെരുമാറ്റം, അവന്റെ സ്വഭാവം, അവന്റെ ഒരു ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങൾ എപ്രകാരം അവൻ കാഴ്ചവെക്കണം എന്നുള്ള ഹദീസുകൾ ക്രോഡീകരിച്ച അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വ്യക്തി സംസ്കരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിരുന്ന ഒരു ജീവിത മാർഗരേഖയാണത്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി എങ്ങനെ ജീവിക്കാമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പറിച്ചു നടുകയാണെങ്കിൽ, അത് കൃത്യമായി പാലിക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയായിരുന്നു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. നമുക്കറിയാവുന്ന ചരിത്രമാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി മുലയൂട്ടിയത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണ്. ബനു ബക്കർ ബിൻ സഅദ് എന്ന് പറയുന്ന ഒരു ഗോത്രം അന്ന് അറേബ്യൻ നാട്ടിലുണ്ടായിരുന്നു. അന്ന് അറബികളുടെ ഒരു പ്രത്യേകതയാണ്, മക്കയിൽ പ്രത്യേകിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളരാൻ വേണ്ടിയിട്ട് ഉൾനാടുകളിലേക്ക്, അങ്ങ് ദൂരെയുള്ള മക്കയിൽ നിന്നും പുറത്ത് താമസിക്കുന്ന ഉൾനാട്ടിൽ കഴിയുന്ന ആൾക്കാരുടെ അടുക്കലേക്ക് അവരെ പോറ്റാൻ വേണ്ടിയിട്ട്, അവരെ മുലയൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കും. പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് അതിന് കാണാൻ വേണ്ടി കഴിയുക. ഒന്ന്, അവരുടെ ഭാഷ നന്നാകണം. കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നല്ല ഭാഷ സംസാരിക്കണം. മക്കയുടെയും കാബയുടെയും പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും ആ നാട്ടിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെ പല ഭാഷകളുമായിട്ട് അത് ഇഴുകിച്ചേർന്നത് കൊണ്ട് തന്നെ ഭാഷയുടെ സൗന്ദര്യം നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ഉൾനാട്ടിലുള്ള ആൾക്കാർ നല്ല തനതായ അറബി ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളും നല്ല ഭാഷ കേട്ടു പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടത്തേക്ക് അയക്കും. അതുപോലെ തന്നെ പുറം നാട്ടിൽ നിന്നും ഒരുപാട് ആൾക്കാർ കാബയിലേക്ക് വരും. കാബ പ്രധാനമായിട്ടുള്ളൊരു കേന്ദ്രമാണല്ലോ. കാബയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പകർച്ചവ്യാധികൾ കാബയ്ക്ക് ചുറ്റും ഉണ്ടാകാറുണ്ട്. കാരണം പല നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാരാണ്, പലതരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പുറം നാട്ടിലേക്ക് അല്ലെങ്കിൽ ഉൾനാട്ടിലേക്ക് ആൾക്കാരെ അയക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സീസൺ ആകുന്ന സമയത്ത് ബനൂ ബക്കർ ബിൻ സഅദ് ഗോത്രത്തിൽ നിന്നും ഒരുപാട് സ്ത്രീകൾ മക്കയിലേക്ക് വന്നു. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് 2 വർഷമോ 3 വർഷമോ ഒക്കെ മുലയൂട്ടിക്കൊണ്ട് അവസാനം തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് നല്ലൊരു തുക ആ വീട്ടുകാർ കൊടുക്കും. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോടൊപ്പം മക്കയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് കയ്യിലൊരു ഒട്ടകമുണ്ട്, ഒരു കഴുതയുണ്ട്. കഴുതപ്പുറത്ത് അവർ യാത്ര ചെയ്യുന്നു. ഒട്ടകത്തിന്റെ പാല് അവർ കറന്നെടുത്തുകൊണ്ടിട്ട് യാത്രാമധ്യേ അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. എന്നാൽ അന്നാട്ടിൽ അന്ന് വളർച്ചയായിരുന്നു. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന ആ നാട്ടിൽ വരൾച്ചയുണ്ടായത് കാരണം വേണ്ട പോലെ ഭക്ഷണം ലഭിക്കുന്നില്ല. ഹലീമ റളിയല്ലാഹു അൻഹക്ക് പോലും പാലില്ല. സ്വന്തം മകനുണ്ട്. നബിതങ്ങളെ മുലയൂട്ടുന്ന സമയത്ത് സ്വന്തമായി 2 കുട്ടികളുണ്ട്. പക്ഷെ ആ കുട്ടികൾക്ക് പോലും പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറിൽ പാലില്ലാത്ത ഒരവസ്ഥ. കാരണം ഭക്ഷണം കഴിക്കാനുള്ള ആവതില്ല, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളില്ല. വരൾച്ച ബാധിച്ചിരിക്കുകയാണ് നാട്ടിൽ. മൃഗമാണെങ്കിൽ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ നന്നെ ക്ഷീണിച്ചിട്ടുണ്ട്. അത് സഞ്ചാരം വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹലീമ ബീവി എത്തുന്നതിന് മുമ്പ് ഒരുപാട് സ്ത്രീകൾ മക്കയിലേക്ക് എത്തുകയും അവര് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. ഹലീമ ബീവി ഓരോ വീട്ടിൽ ചെന്നുകൊണ്ട് മുലയൂട്ടാൻ കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. ആരും കൊടുത്തില്ല. കാരണം എന്താണ്? നേരത്തെ വന്ന സ്ത്രീകളൊക്കെ കുട്ടികളെ കൂട്ടിയിട്ട് പോയി. അവസാനം ഒരാൾ പറഞ്ഞു, ഇന്ന വീട്ടിൽ യതീമായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ഹലീമ ബീവി കേട്ടെടുക്കാൻ വേണ്ടിയിട്ട് മനപ്രയാസം ഉണ്ടായി. കാരണം യതീമാണ്, ഉപ്പയില്ലാത്ത കുട്ടിയാണ്. തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് കയ്യിൽ എന്തെങ്കിലും തരേണ്ടത് ആരാണ്? ഉപ്പയാണ്. ഉപ്പയില്ലാത്തൊരു കുട്ടിയെ പോറ്റിക്കഴിഞ്ഞാൽ എന്ത് ലാഭമാണ് ഉണ്ടാവുക? ഉപ്പയില്ലെങ്കിൽ ഉപ്പാപ്പ തരണം. ഉപ്പാപ്പയാണെങ്കിൽ അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബിനാണെങ്കിൽ 10ഓളം മക്കളുണ്ട്. ആ മക്കളെ പോറ്റാൻ തന്നെ അബ്ദുൽ മുത്തലിബ് പ്രയാസാണ്. പിന്നെയല്ല മകന്റെ മകനെ പോറ്റിയതിന്റെ പേരിൽ കാശ് നൽകുക എന്ന് പറയുന്നത്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ നബിതങ്ങളെ കൂട്ടാതെ പിന്നീട് തിരിച്ചുപോയി എന്നാണ്. പിന്നീട് ഭർത്താവുമായിട്ട് ആലോചിച്ച് വീണ്ടും തിരിച്ചു വന്ന് ആമിന ബീവിയുടെ കയ്യിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുത്തു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന സംഭവങ്ങളാണ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, നബിതങ്ങളെ ഞാൻ ഏറ്റെടുത്ത് മക്കയിൽ നിന്നും എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് എന്റെ കഴുതക്ക് എന്തെന്നില്ലാത്ത ആരോഗ്യം തിരിച്ചു വന്നു. ഞങ്ങളുടെ മുന്നേ സഞ്ചരിച്ചവരെ പിറകിലാക്കിക്കൊണ്ട് ആദ്യമായി ഞങ്ങളുടെ നാട്ടിലെത്തിയത് ഞങ്ങളായിരുന്നു. പാലില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ഒട്ടകത്തിൽ നിന്നും ഒരുപാട് പാല് വരാൻ വേണ്ടി തുടങ്ങി. എന്റെ മകന് പോലും കൊടുക്കാൻ എന്റെ മാറിൽ പാലില്ലായിരുന്നു. പക്ഷേ നബിതങ്ങളെ കയ്യിലേക്ക് കിട്ടിയത് മുതൽ എന്റെ മാറിൽ പാല് വരാൻ വേണ്ടി തുടങ്ങി. നബിതങ്ങൾക്ക് ഞാൻ പാല് നൽകി, എന്റെ മക്കൾക്കും ഞാൻ പാല് നൽകി. ആ നാട്ടിലുണ്ടായിരുന്ന വരൾച്ച പോലും അവസാനിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന സമയത്ത് കുടുംബത്തിൽ പ്രകാശം ഉണ്ടായി. അവരുടെ പട്ടിണി മാറി, അവരുടെ പ്രയാസം മാറി, ആ നാട്ടിലുണ്ടായിരുന്ന വരൾച്ച പോലും മാറി. ഹലീമ ബീവിക്ക് കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നു. ആ ആടുകൾക്ക് ഒരുപാട് പുല്ലുകൾ ലഭിച്ചു. ആ പുല്ലുകളിലൂടെ അത് പുല്ല് കഴിച്ചുകൊണ്ട് ആരോഗ്യവാന്മാരായ ആടുകളിൽ നിന്നും പാല് കറന്നു. അതിന്റെ മാംസം വിൽക്കാൻ വേണ്ടി തുടങ്ങി. ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ
അവരൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി, ഹലീമ ബീവിയുടെ ആട് അവിടെ പോയിട്ടാണ് പുല്ല് തിന്നുന്നത്, അവിടെ പോയി നമ്മുടെ ആടിനെയും കെട്ടുക, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആടും അതുപോലെ ഒരുപാട് പാല് നൽകും. പക്ഷെ അവർക്കൊന്നും ലഭിക്കാത്ത അത്രയും പാല് ഹലീമ ബീവിക്ക് ലഭിച്ചു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോറ്റിയതിലൂടെ എനിക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. തങ്ങൾ കൂടെ കൂടിയപ്പോൾ തന്നെ ആ കുടുംബത്തിനുണ്ടായ മാറ്റങ്ങളാണ്, ആ നാട്ടിലുണ്ടായ മാറ്റങ്ങളാണ്, അവർക്ക് ലഭിച്ച ബർക്കത്തുകളാണ്. ഈ ചരിത്ര സംഭവങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ബർക്കത്തുകൾ ഉണ്ടാകും. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറ്റി നൽകുമെന്ന് പണ്ഡിതന്മാരെ ഈ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഖൈറുകൾ, അതിന്റെ ബറക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അത് നഷ്ടപ്പെടുന്ന സമയത്ത് മാനസികമായിട്ടുള്ള ഒരു പ്രയാസം നമ്മൾ അങ്ങനെ അനുഭവിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എപ്പോഴെങ്കിലും നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? സുന്നത്ത് പോട്ടെ, ഫർള് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എപ്പോഴെങ്കിലും മാനസികമായിട്ടുള്ള ഒരു പ്രയാസം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോടുള്ള ആ ഒരു പ്രാധാന്യവും എത്രത്തോളം കുറവാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പടച്ചവനെ കുറിച്ച് അല്ലെങ്കിൽ പടച്ചവനോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ നമ്മുടെ മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, പ്രയാസം ഉണ്ടാകുന്നില്ല. നമ്മൾ പ്രയാസപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്, അല്ലെ? ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സംഭവിച്ചു, ശാരീരികമായിട്ട് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി, സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്, അതൊക്കെയും പ്രയാസപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതുപോലൊരു പ്രയാസം സുന്നത്ത് നഷ്ടപ്പെടുന്ന സമയത്ത്, ഫർള് നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ എത്രത്തോളം നമ്മൾ പരാജയപ്പെട്ടവരാണ് എന്ന് നമ്മളൊന്ന് പുനരാലോചിക്കേണ്ടതുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ ശ്രമം നടത്തുന്ന ഒരു സഹാബിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം പള്ളിയിൽ ഒരു ജനാസ നമസ്കാരത്തിന് സാക്ഷിയായി. ഒരു മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നു, മയ്യത്ത് നമസ്കരിച്ചു, മയ്യത്തുമായിട്ട് ആൾക്കാരെ ദഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ തന്നെ ഇരുന്നു. ആ സമയത്ത് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ മഖ്ബറ ഖബർസ്ഥാനിലേക്ക് വരുന്നില്ലേ, ദഫൻ ചെയ്യാൻ വേണ്ടി വരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ആരെങ്കിലും ഒരു മയ്യത്ത് നമസ്കാരത്തിന് സാക്ഷിയായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു ഖിറാത്ത് നൽകുന്നതാണ്. മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ദഫൻ ചെയ്യുന്നത് വരെ ആ മയ്യത്തിനെ ആരെങ്കിലും അനുഗമിക്കുകയാണെങ്കിൽ മറ്റൊരു ഖിറാത്ത് അല്ലാഹു നൽകുന്നതാണ്. 2 ഖിറാത്ത് നൽകും. എന്താണ് ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? ഉഹുദ് മലയോളം സമാനമായിട്ടുള്ള പ്രതിഫലത്തിനാണ് ഖിറാത്ത് എന്ന് പറയാ. ഉഹുദ് മലയുടെ അത്രയും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മയ്യത്ത് നമസ്കരിച്ചാൽ ഒരു ഖിറാത്ത്, ദഫനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ആ മയ്യത്തിനെ മറവ് ചെയ്യുന്നതിന് സാക്ഷിയായി കഴിഞ്ഞാൽ 2ാമത്തെ ഖിറാത്ത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ല, ഈ ഹദീസ് സത്യമാണോ? മയ്യത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഖിറാത്ത് ലഭിക്കുമെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ ദഫൻ ചെയ്ത് കഴിഞ്ഞാൽ ഖിറാത്ത് ലഭിക്കുമെന്നുള്ള ഹദീസ് എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അയച്ചു എന്നാണ്. നബി തങ്ങൾ അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ പോയി വരുന്നത് വരെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എപ്രകാരമായിരുന്നു എന്ന് സഹാബാക്കൾ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, അക്ഷമനായിക്കൊണ്ട് നടക്കുകയാണ്. കുറച്ച് കല്ല് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ലേബർ റൂമിന്റെ മുന്നിൽ ഉണ്ടാകുന്ന സമയത്ത് ഭാര്യ ലേബർ റൂമിന്റെ അകത്താകുമ്പോൾ പുറത്ത് ഭർത്താവ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കുടുംബക്കാർ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അനുഭവിക്കുകയാണ്. എന്താണ് കാരണം? ഭാര്യ ലേബർ റൂമിലായതുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സംഭവിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമോ എന്ന് ആലോചിച്ചുകൊണ്ടല്ല, മറിച്ച് ഒരു ഹദീസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, അത് അമല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. പോയ സഹാബി തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിരാശയോടുകൂടി കയ്യിലുണ്ടായിരുന്ന കല്ല് നിലത്തെറിഞ്ഞിട്ട് പറഞ്ഞു എന്നാണ്, എത്ര ഖിറാത്തുകളാണല്ലേ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, നമ്മൾ എത്ര ഖിറാത്തുകൾ പാഴാക്കി കളഞ്ഞു. നബി തങ്ങളുടെ ആ ഹദീസ് ലഭിക്കാത്തതിന്റെ പേരിൽ ഞാൻ മയ്യത്ത് നമസ്കരിച്ച് പള്ളിയിൽ തന്നെ ഇരിക്കും, ആ ഹദീസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ
എത്ര ഖിറാത്തുകൾ നേടാമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ആ സഹാബാക്കളൊക്കെ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ആ സഹാബാക്കളൊക്കെ പ്രവേശിക്കുന്ന സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അമല് ചെയ്യുന്നത്. നമ്മൾ സുന്നത്തിനോടുള്ള നമ്മുടെ പ്രാധാന്യം, സുന്നത്തിനോടുള്ള നമ്മുടെ ബഹുമാനം, സുന്നത്തിനോടുള്ള നമ്മുടെ താല്പര്യം, ഈ സംഭവങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ആരെങ്കിലും സുന്നത്തിനെ പുച്ഛിച്ചു തള്ളുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ വളരെ ശക്തമായിട്ടുള്ള താക്കീതാണ് അവർക്ക് വന്നിട്ടുള്ളത്. فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم. ആരെങ്കിലും അങ്ങനെ സുന്നത്ത് എന്ന് പറയുമ്പോൾ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുകയാണെങ്കിൽ, അതിനെ അവഗണിക്കുകയാണെങ്കിൽ, അവമതിപ്പോടുകൂടി കാണുകയാണെങ്കിൽ فليحذر الذين يخالفون عن امره ان تصيبهم فتنه او يصيبهم عذاب اليم. ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഫിത്ന നൽകിക്കൊണ്ട് പരീക്ഷിക്കും. ആഖിറത്തിലും ആ മനുഷ്യന് ശക്തമായിട്ടുള്ള ശിക്ഷയുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പടച്ചവൻ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. വമയ്യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചുകൊണ്ട് വയതഅദ്ദ ഹുദൂദഹു, അല്ലാഹു വരച്ചിട്ടുള്ള ഒരു വരയുണ്ടല്ലോ, അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പനയുണ്ടല്ലോ, ആ കൽപ്പന ലംഘിച്ചുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണെങ്കിൽ അവന് അല്ലാഹു നരകം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഹദീസിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്കറിയാം. അത് അറിഞ്ഞതിന് ശേഷവും, ഒരു കാര്യം നമുക്ക് മനസ്സിലായതിനു ശേഷവും പിന്നീട് നമ്മൾ തന്നിഷ്ടപ്രകാരം തന്നെ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമയുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. സത്യം വ്യക്തമായതിനു ശേഷം, ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഒരാൾക്കുണ്ടായതിനു ശേഷം വീണ്ടും അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ ധിക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ, തന്നിഷ്ടപ്രകാരം ജീവിക്കുക, അഹങ്കാരത്തോടുകൂടി ജീവിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അല്ലാഹു റസൂൽ അങ്ങനെ എന്തു പറഞ്ഞോട്ടെ, ഞാൻ എന്റെ ജീവിതം എനിക്കിഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാമെന്നുള്ള വെല്ലുവിളി പടച്ചവനോട് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അനന്തരഫലം ദുനിയാവിൽ തന്നെ നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി പറയുന്നുണ്ട്. അത് വെല്ലുവിളിയായിട്ട് മാറരുത് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് ജുമാ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. പള്ളി എന്ന് പറയുന്നത് ദിക്റിന് വേണ്ടിയിട്ടുള്ളതാണ്, തസ്ബീഹിന് വേണ്ടിയിട്ടുള്ളതാണ്, സ്വലാത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ജുമാ ഖുതുബ എന്ന് പറയുന്നത് ജുമാ നമസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. ജുമാ ഖുതുബ നടക്കുന്ന സമയത്തും നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ വരുന്ന സമയത്തും നമ്മുടെ അശ്രദ്ധരായിരുന്നു കഴിഞ്ഞാൽ, പരസ്പരം അടുത്തിരിക്കുന്ന ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അവരുമായിട്ട് കളിതമാശയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഫോണും നോക്കിയിട്ട് അല്ലാഹുവിന്റെ കലാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പടച്ചവനെ ധിക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പരിണിത ഫലം ജീവിതത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഖുതുബ നടക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ. അല്ലാഹു വെറുക്കുന്ന കാര്യമാണ്. ഒരാൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരാൾ അശ്രദ്ധനായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഖുതുബ ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയാൻ പോലും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ, അടുത്തിരിക്കുന്ന ഒരാൾ കളിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് ഖുതുബ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞവന്റെ ഖുതുബ പോലും ബാത്തിലായി പോകുമെന്നാണ് നബി തങ്ങളുടെ ഹദീസിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഖുതുബ ശ്രദ്ധിക്കാതെ അശ്രദ്ധരായി പരസ്പരം സംസാരിച്ചുകൊണ്ട് ഫോണിൽ നോക്കിക്കൊണ്ട് കളിച്ചിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എത്രത്തോളം ഗൗരവമായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഭക്ഷണം നൽകി. അതിലൊരാൾ ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക, കാരണം അതാണ് ഞാൻ പഠിപ്പിച്ചു തന്ന സുന്നത്ത്. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് സാധിക്കൂല. ആ മനുഷ്യൻ നബി തങ്ങളോട് പറഞ്ഞു, ആ മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, എനിക്ക് സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നേരം പറഞ്ഞു, ലസ്തതഅത, അങ്ങനെയാണെങ്കിൽ സാധിക്കാതിരിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു, മാ മനഅഹു ഇല്ലൽ കിബർ, അവനെ കിബറല്ലാതെ, അഹങ്കാരമല്ലാതെ മറ്റൊന്നും തടഞ്ഞില്ല. നബി പറഞ്ഞത് ഞാൻ എന്തിനു കേൾക്കണം?
ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഭക്ഷണം കഴിക്കും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. സഹാബാക്കൾ പറയുന്നുണ്ട്, അതിനുശേഷം നബി തങ്ങൾ വലത് കൈ കൊണ്ട് ഭക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ എനിക്ക് വലത് കൈ കൊണ്ട് ഭക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന പറഞ്ഞ മനുഷ്യന്റെ വലത് കൈ മരണം വരെ പിന്നീട് വായിലേക്ക് ഉയർന്നിട്ടില്ല എന്നാണ്. അത് അങ്ങ് ഇല്ലാണ്ടായി പോയി. വലത് കൈ പിന്നീട് അനക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. നബി തങ്ങൾ പറഞ്ഞു, വലത് കൈ ഉയർത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. വലത് കൈ ഉയർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റൂല, എനിക്ക് സൗകര്യം ഇടത് കൈ കൊണ്ട് കഴിക്കലാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ നിന്റെ സൗകര്യം നടക്കട്ടെ. പിന്നീട് പടച്ചവൻ ആ കൈക്ക് ചലനശക്തി കൊടുത്തില്ല എന്നാണ്. അവന്റെ വലത് കൈ അങ്ങ് ഇല്ലാണ്ടായി പോയി, അതിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്ന ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഖുതുബകളിൽ നിന്നും മിമ്പറുകളിൽ നിന്നും മറ്റുള്ള സദസ്സുകളിൽ നിന്നും വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ മൊബൈൽ നോക്കരുതേ, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണമേ, പള്ളിയിൽ മിണ്ടാതിരിക്കണമേ. ആകെ ഒരു 30 മിനിറ്റ് ആണ് അല്ലെങ്കിൽ 35 മിനിറ്റ് ആണ് പള്ളിയിൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി വരുന്നതാണ്. ആ സമയത്തെങ്കിലും അശ്രദ്ധയൊക്കെ മാറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലായിക്കൊണ്ട് കഴിയാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മിമ്പറിൽ നിന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞോ. നിബിധങ്ങൾ എന്തും പറഞ്ഞോട്ടെ, അല്ല എന്തും പറഞ്ഞോട്ടെ, ഞാൻ എന്റെ സൗകര്യത്തിൽ പള്ളിയിൽ ഇരിക്കുമെന്നുള്ള വെല്ലുവിളിയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അനന്തരഫലം നമ്മൾ എന്താണോ നോക്കുന്നത് അത് നോക്കാൻ പിന്നീട് പടച്ചവൻ കണ്ണിന്റെ കാഴ്ച ബാക്കി വെക്കണമെന്നില്ല. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് പിന്നീട് സംസാരിക്കാൻ പടച്ചവൻ നമ്മുടെ നാവ് ബാക്കി വെക്കണമെന്നില്ല. നമ്മൾ എന്തുകൊണ്ടാണോ അഹങ്കരിക്കുന്നത് ആ അഹങ്കരിക്കുന്നതൊക്കെയും ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മളെ പടച്ച റബ്ബ് എന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് പള്ളി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ദിക്റിന് വേണ്ടിയിട്ടുള്ളതാണ്, തസ്ബീഹിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ സമയത്ത്, ഖുതുബയുടെ സമയത്ത് ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുവാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ശ്രദ്ധിച്ച് കേൾക്കുവാൻ, മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിലായി കഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ വെല്ലുവിളിക്കുകയാണെങ്കിൽ അതിന്റെ അനന്തര ഫലം ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ സുന്നത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു വെളിച്ചം നൽകട്ടെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പ്രകാശം നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗ്ഗം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ.